തേങ്ങ വറുത്തരച്ച നാടൻ സ്റ്റൈൽ ചിക്കൻ പെപ്പർ റോസ്റ്റ്. സൺഡേ അല്ലേ, അപ്പോൾ ഇന്ന് എൻ്റെ വക തേങ്ങ വറുത്തരച്ച ഒരു ടേസ്റ്റി ചിക്കൻ കറി അങ്ങ് ഉണ്ടാക്കി. ഇത് നമ്മുടെ ആലപ്പുഴയിലെ നാട്ടിൻപുറങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു നാടൻ സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ക്രിസ്മസും ന്യൂ ഇയറുമൊക്കെ വരുമല്ലേ, പിന്നെ ഞാൻ തന്നെ വീഡിയോയും എടുക്കണം കേട്ടോ, എങ്കിലേ ശരിയാകൂ. അതുകൊണ്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കിട്ടില്ല, ചിലതൊക്കെ എടുക്കാൻ മറന്നു പോകും. പിന്നെ കുക്കിംഗ് ഷോ ഒന്നും അല്ലല്ലോ, നമ്മുടെ ഒരു ഇൻട്രസ്റ്റും ഇഷ്ടം അത് ഫ്രണ്ട്സുമായിട്ട് പങ്കുവയ്ക്കുന്നു, അത്ര തന്നെ. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് അരിയും, ഉണ്ടാക്കും, വീഡിയോ എടുക്കും. പിന്നീട് സമയം കിട്ടുമ്പോൾ എഡിറ്റ് ചെയ്ത് ഒന്നിച്ചാക്കും. പിന്നെ കുക്ക് ചെയ്യാനെടുക്കുന്ന സാധനങ്ങളുടെ അളവൊക്കെ നമ്മുടെ മനോധർമ്മം അനുസരിച്ചാണ് കേട്ടോ, കൃത്യമായ അളവും കണക്കും ഒന്നുമില്ല. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയത് എങ്ങനെയെന്ന് പറയാം. അതിനായി എടുത്ത സാധനങ്ങൾ: പേളൊണിയൻ, നമ്മുടെ നാട്ടിലെ ചെറിയ ഉള്ളിയുടെ വകഭേദം, ഇവിടെ ഇതേ കിട്ടൂ. പിന്നെ 2 തുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 2 തക്കാളി, ഒരു വലിയ തേങ്ങയുടെ പകുതി മുറി, സവോള, കറിവേപ്പില, ഇതൊക്കെയാണ് നമ്മൾ എടുത്തത്. ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു. ഒരു 1.5 കിലോഗ്രാം ഉണ്ടാകും. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇത് ചിക്കൻ കറി ഉണ്ടാക്കാൻ വറുത്തരച്ച പൊടിയാണ്. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അല്പം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു, 4 ഏലയ്ക്ക, കുറച്ച് കുരുമുളക്, പിന്നെ ഒരു വലിയ സ്പൂൺ പെരിഞ്ചീരകം ഇട്ട് ഇളക്കി അതിലേക്ക് തേങ്ങ ചിരകിയതുമിട്ട് നല്ലപോലെ ഇളക്കുക. 2-3 മിനിറ്റ് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യത്തിന് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി മൂപ്പിച്ചെടുത്ത് മൂപ്പിച്ച മസാല തണുത്ത് കഴിയുമ്പോൾ വെള്ളം തൊടാതെ അരച്ചെടുക്കണം. ആ അരപ്പാണ് ഇത്. ഇവിടെ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചു. തക്കാളി, തേങ്ങാക്കൊത്ത്, പിന്നെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ സവോള അരിഞ്ഞ് കറിവേപ്പില എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചുവട് കട്ടിയുള്ള കുഴിവുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, അതെല്ലാം കൂടെ ഘട്ടം ഘട്ടമായിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായിട്ടത് മൂക്കണം. മൂത്ത് നല്ല സവോളയെല്ലാം ഇട്ട് എല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ചെറിയ മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിം വെക്കരുത്. അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് ഇളക്കി യോജിപ്പിക്കുക. 1/2 ഗ്ലാസ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അടപ്പ് തുറന്ന് ഒന്നുകൂടെ ഇളക്കി ഇനി ഇതിലേക്ക് നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കുക. ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മീഡിയം ഫ്ലെയിമിൽ, ഇതിൽ താഴെയായിട്ട് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വെക്കാവുള്ളൂ. ആ ഒരു അടപ്പ് വെച്ച് അടച്ച് വേവിക്കുക. നന്നായിട്ട് ഇളക്കി വെന്ത് കഴിഞ്ഞു. അത് നന്നായിട്ട് തിളച്ച് ഇനി ഇതിലേക്ക് കടുകും ചെറിയ ഉള്ളിയും 2 വറ്റൽമുളകും കറിവേപ്പിലും കൂടി ഇട്ട് മൂപ്പിച്ച് താളിച്ച് ചേർത്തിരിക്കുകയാണ്. ഇത് നന്നായിട്ട് ഇളക്കി ഒന്നുകൂടെ താളിച്ചത് അടച്ച് വെച്ചിട്ട് ഇളക്കി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചേക്കുക. ഇത് ഇപ്പം നല്ല ഒന്നാന്തരം ഒരു ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറി, നാടൻ ചിക്കൻ കറി. ഇത് അപ്പം, പൊറോട്ട, ചപ്പാത്തി, ചോറ് ഇതിന് കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റി സാധനമാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് ഇനിയിപ്പം ഞാനൊന്ന് നടന്നിട്ട് വരാം. ഉച്ചയ്ക്ക് 12 മണിയാണ്. തണുത്ത കാലാവസ്ഥയാണ്, വെയിലൊന്നുമില്ല, നടക്കാനൊക്കെ പറ്റിയ കാലാവസ്ഥയാണ്. അപ്പം നടന്നിട്ട് വന്നിട്ട് ബാക്കി. അപ്പം എല്ലാവർക്കും ഒരു നല്ല സൺഡേ ആശംസിക്കുന്നു. താങ്ക് യു, നന്ദി, വീണ്ടും കാണാം. ഓക്കെ.